പൂട്ടിക്കിടന്ന വീടിന്റെ വാതിൽ പൊളിച്ച് 34 പവൻ സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന സംഭവത്തിൽ 2 അംഗ സംഘം മലപ്പുറം കോട്ടക്കലിൽ അറസ്റ്റിലായി. ക്രിസ്തുമസ് ദിനത്തിൽ എടരിക്കോട് അമ്പലവട്ടം സ്വദേശി ഡോക്ടർ നാരായണന്റെ വീട്ടിലായിരുന്നു കവർച്ച നടന്നത്. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി. ക്രിസ്തുമസ് രാത്രിയിൽ എടരിക്കോട് അമ്പലവട്ടത്തുള്ള വീടിന്റെ പൂട്ടും ഡോറും തകർത്ത് വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 34 പവൻ മോഷ്ടിച്ച കേസിലാണ് 2 അംഗ സംഘം പിടിയിലായത്. മലപ്പുറം വാഴക്കാട് ആനന്ദയൂർ സ്വദേശി പിലാത്തോട്ടത്തിൽ മലയിൽ വീട്ടിൽ മുഹമ്മദ് റിഷാദ്, പുളിക്കൽ ഒലവറ്റൂർ മാങ്ങാട്ടുമുറി സ്വദേശി മാങ്ങാട്ടുചാലിൽ കൊളത്തോടത്ത് വീട്ടിൽ ഹംസ എന്നിവരെയാണ് കോട്ടക്കൽ ഇൻസ്പെക്ടർ അശ്വത് എസ് കാരന്മയിൽ അറസ്റ്റ് ചെയ്തത്. പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കോട്ടക്കൽ പോലീസും ഡാൻസ് ഓഫ് മലപ്പുറം ടീമും ചേർന്ന് വയനാട് നിന്നും ഇരുവരെയും പിടികൂടുകയായിരുന്നു. പ്രതികളെ തെളിവെടുപ്പ് നടപടികൾക്കായി അമ്പലവട്ടത്തെ വീട്ടിലെത്തിച്ചു. മുകൾ നിലയിലെ വാതിൽ തകർത്ത് അകത്തു കടന്ന രീതിയും താഴത്തെ നിലയിലെ മുറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നതും പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു. പ്രതികളിൽ നിന്നും 18 പവനോളം സ്വർണം കണ്ടെടുത്തതായും കൂടുതൽ പ്രതികൾ ഉണ്ടായെന്നും സംശയിക്കുന്നതായും ഇൻസ്പെക്ടർ അശ്വത് പറഞ്ഞു. ഡിസംബർ മാസം 25-ാം തീയതി രാത്രിയിൽ ഈ വീട്ടിൽ മോഷണം നടന്നത്. 2 പേര് ബൈക്കിലെത്തി ആളില്ലാത്ത വീട് ലൊക്കേറ്റ് ചെയ്തിട്ട് രാത്രി 1 മണിയോടുകൂടി വീട്ടിനകത്ത് കയറി. രണ്ടാം നിലയിലെ വാതിൽ അവിടെ താഴെ തന്നെ ഉണ്ടായിരുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ഉപയോഗിച്ചിട്ട് പൊളിച്ചകത്ത് കയറി. അതുള്ള സാധനങ്ങൾ എല്ലാ മുറികളിലും തുറന്നകത്ത് കയറി എടുത്തുകൊണ്ട് പോയി. സാധനങ്ങൾ 34 പവൻ ഗോൾഡ് ഓർണമെൻറ്റ്സും 12,000-15,000 രൂപ കൂടി ആണ് എടുത്തുകൊണ്ട് പോയത്. അതിനകത്ത് 2 പേരെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കൂടുതലായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാരിന്റെ പുറകിലുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നു. പിടിക്കപ്പെട്ട മുഹമ്മദ് റിഷാദ് 30ഓളം മോഷണ കേസിലും വധശ്രമ കേസിലും പ്രതിയാണ്. വധശ്രമ കേസിലെ കൂട്ടുപ്രതിയാണ് പിടിക്കപ്പെട്ട ഹംസ. ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി അബ്ദുൽ ബഷീർ, കോട്ടക്കൽ ഇൻസ്പെക്ടർ അശ്വത് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മലബാർ ടൈംസ്, കോട്ടക്കൽ.